പ്ലീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറച്ചധികം നാളായി ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്ന് ലോങ് വീഡിയോസ് ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മീൻ പിടുത്തം, അതുപോലെ തന്നെ ഈ വർഷം തുടങ്ങിയിട്ട് റംബുട്ടാൻ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് റംബുട്ടാൻ. സോ അത് കഴിക്കാൻ പറ്റില്ല. അപ്പം അമ്മയുടെ വീട്ടിൽ കൊടുങ്ങൂർ അമ്മ വീട്ടിൽ റംബുട്ടാനുണ്ട്. അപ്പം അതൊക്കെ പറിക്കാനും കഴിക്കാനും ഒക്കെ പോകുന്നൊരു വ്ളോഗാണ്. സോ ഫുൾ വീഡിയോ ഞാൻ ഓരോന്നും കാണിച്ചു തരാം. ബൈ. കെസിയായി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എല്ലാം കിളച്ച് കുറേ വരേനെ ഇതിനകത്ത് എടുത്ത് നിൽക്കാണ് പറയുന്നത്. വരയുണ്ടോ? എന്തിയാ വര? നിർത്തണം, കാണിച്ചു തരാം. ഇതാണ്ട് വര, ഇതുണ്ട്. ഇതാണ് വര പിടിച്ചു വെച്ചേക്കുന്നത്. ഇത് നമ്മുടെ ചൂണ്ടക്കുളത്തെ കോർത്തിട്ട് ചൂണ്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ്. വലിയ വലിയ പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. മീൻ കിട്ടിയില്ലെങ്കിൽ തേഞ്ഞ്. പിന്നെ ഉണ്ടല്ലോ, ഇതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് മറ്റേ ഈ ചീവീടിൻ്റെ ഒച്ച കേൾക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതൽ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളൊരു സാധനം, എനിക്ക് ഏറ്റവും കലിപ്പുള്ളൊരു സാധനമാണത്. സോ ഇതിൻ്റെ നോയ്സ് ഫുള്ളി ഈ വീഡിയോയിൽ കാണും കേട്ടോ. അപ്പം ബാക്കി വീഡിയോ കാണിച്ചു തരാം. ഗസ്യ മുടിയൊക്കെ കെട്ടി നല്ല വൃത്തിയായി ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതാണ്ട് കൈ ചിരട്ട ഇരിപ്പുണ്ട്, കാണിച്ചു. ഇതിനകത്ത് വര കിടപ്പുണ്ട്, കാണാമോ? അതാണ്ട് കണ്ടോ? അങ്ങനെ വിലയൊക്കെ എടുത്തോണ്ട് വലിയ പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. മീൻ കിട്ടുമോ? ഉറപ്പല്ലേ? കിട്ടിയില്ലേ? കിട്ടിയില്ലേ വീട്ടിൽ തിരിച്ചു വരണം. അല്ല നമുക്ക് വേറെ വഴിയില്ലല്ലോ അല്ലേ? ഹലോ ചേച്ചി. ഹലോ ഹലോ ഹലോ. ഞാൻ്റെ ഇവിടെ മീനിനെ പിടിക്കാനുള്ള കൊളുത്ത് സെറ്റ് ചെയ്യുകയാണ്. കെസിയ ഇവിടെ തുറന്നു കൊടുക്കും. കാണിച്ചെടുത്തിട്ട് കണ്ടോ, ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ട്, കാണിച്ചു തരാവേ. ജീപ്പ്, ഇതാണ് ഗാർഡൻ. എവിടെയാ? ഇതല്ലേ? ഇതൊരു ചീരയാ കേട്ടോ. ഇതിൻ്റെ പേര് എന്നാ? പൊന്നാങ്കണ്ണിയല്ലേ? ഇവിടെ അത് കുഞ്ഞു കുളവും ഉണ്ട്. ഇത് പേരുണ്ടോ ചേച്ചി? ഇതാണ് സെറ്റപ്പ്. ഇപ്പൊ കുറെ ജാതിക്കൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചത് ഇത് ചാമ്പയാണേ. 2 ചാമ്പ ഇതിനകത്തുണ്ടായി നിൽപ്പുണ്ട്. അതൊക്കെ പിന്നെ പറയാം. ഇതെന്നാ സാധനം മനസ്സിലായി? ഇത് ഞാൻ കാണിച്ചുതരാം. നമ്മൾ നേരത്തെ ഉണ്ടല്ലോ, പണ്ട് ഇവിടെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ബാത്റൂം ഉണ്ടായിരുന്നു ഈ സൈഡിൽ. ഇവിടുന്ന് വെള്ളം കോരിയിട്ട് ഇതുണ്ട്, ഈ കട്ടിങ് ഉണ്ട്. ഈ കട്ടിങ്ങിൻ്റെ ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് നേരെ ഓട്ടോമാറ്റിക് ഇതിനകത്ത് വന്നെന്നറിയാം. ഇവിടെ ഒരു ബാത്റൂം ഉണ്ടായിരുന്നു നേരത്തെ. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളം കോരിയായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് പണ്ട്. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഭവം. ഇതുണ്ട്, ഇവിടെ ഒരു കുളമുണ്ട്. അത്യാവശ്യം നല്ല ആഴമുണ്ട്. ഇവിടെ മണ്ണൊക്കെ കുറേ വീണ് കിടപ്പുണ്ട്, എങ്കിലും അത്യാവശ്യം നല്ല ആഴമുണ്ട്. അതാണ്ട് ഇവിടെയാണ് ചൂണ്ടയിടുന്നത്. കിട്ടിയോ? വേണ്ട, ഇതേ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടാണ് നമ്മൾ ആനേനെയൊക്കെ കുളിപ്പിക്കുന്നത്. അവിടെ നല്ല ആഴമുണ്ട്, അതുകൊണ്ട് അവിടെ ആനേനെ നമ്മൾ കുളിപ്പിക്കും. നമ്മളല്ല, ആനപ്പാപ്പാൻ അവിടെ കുളിപ്പിക്കും ആനേനെ. 2 റംബുട്ടാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. റംബുട്ടാൻ അവിടെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽപ്പുണ്ട്. അത് കാണിച്ചത്. ആദ്യം മീനുണ്ടോ നോക്കട്ടെ. വലിയ ഈ മീൻ പിടിക്കാനാണ് മെയിനായിട്ട് വന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞ മീന് വലിയ പ്രതീക്ഷ കൊടുക്കരുതെന്ന്. സോ നമ്മൾ എന്നാലും ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാവരും മീൻ പിടിക്കാറുണ്ട്. കെസി അതാണ്ട് നിൽക്കുന്നു. സോ പപ്പ അത് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അവിടെ കാണാവൂ, അവിടെ നിന്ന് മീനെ പിടിക്കാം. ഇത് ഇത് കണ്ടോ, അവിടെയാണ് നമ്മൾ ആനേനെ കുളിപ്പിക്കുന്നത്. നമ്മളല്ല, ആനപ്പാപ്പ അവിടെയാണ് ആനേനെ കുളിപ്പിക്കുന്നത്. ഇവിടെ വെള്ളം മഴയുള്ളതുകൊണ്ടാണ് ഇപ്പം ഇത്രയും വെള്ളം, അല്ലെങ്കിൽ ഇത്രയും വെള്ളം ഇവിടെ നിറഞ്ഞ് മഴ പെയ്താൽ വെള്ളം ഫുള്ള് ഇതിനകത്തോട്ട് ഇറങ്ങും, നല്ല മഴയാണെങ്കിൽ. കുഞ്ഞ റംബുട്ടാനാ, മറ്റേ മഞ്ഞ കളറുള്ള. പക്ഷെ നല്ല മധുരമുണ്ട്. അറിഞ്ഞില്ല നീ ഇല്ല, ഇവിടെ എനിക്ക് കൊണ്ട് തന്ന ഈ സാധനം. ഇത് ഇവിടെ നാളെ എന്നോട് ചോദിക്കാൻ തിരിച്ചു തരാമോ? തോടിന് നല്ല കയ്പുണ്ട്, കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ്. നിലത്ത് കിടന്നാന്ന് തോന്നുന്നു വാടിപ്പഴുത്തിരിക്കുന്നു. കൊക്കോക്ക ഉണ്ട്, കാണിച്ചു തരാവേ. ഞങ്ങൾ നേരത്തെ ഒക്കെ വന്ന് കൊക്കോക്കാട്. ഇപ്പൊ നല്ല വൈബ്. പണ്ട് കുഞ്ഞിലായിരുന്നു സൂപ്പർ വൈബായിരുന്നു. കുറേ പിള്ളേരുണ്ടായിരുന്നു, നമ്മുടെ കസിൻസൊക്കെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇവിടെ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ഇതിനകത്തായിരുന്നു. മരത്തെപ്പിടുത്തം അങ്ങനത്തെ കുറേ കളിയൊക്കെ ആയിട്ട് ഇതിലും വഴി ഇങ്ങനെ നടക്കുമായിരുന്നു. അന്ന് ഇവിടെ ഇഷ്ടംപോലെ റംബുട്ടാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആൾക്കാർ കൂടുതലും
ഇങ്ങോട്ടൊന്നും വരാറില്ല. കാണിച്ചു തരാം അത് റംബുട്ടാനുണ്ടോ, അല്ല റംബുട്ടാനല്ല മറ്റേ സാധനം ഉണ്ടോന്ന്. കൊക്കോക്ക നേരത്തെ പോലെ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം അണ്ണാനും കിളിയെല്ലാം കൊണ്ടുപോയിട്ട് കറുത്ത് കിടക്കും. അതുകൊണ്ട് നേരത്തെ ഇല്ല. നേരത്തെ ഞങ്ങൾ ഇതിൻ്റെ മരത്തിൻ്റെ മണ്ടയ്ക്കൊക്കെ കയറി പറിക്കുമായിരുന്നു. ഞാനിതിൻ്റെ കുടുംബേ കയറുമായിരുന്നു. ഞാനായിരുന്നു ഇവിടുത്തെ മരത്തേ കയറി. ഞാൻ ഇവിടുന്ന് കയറി പറിച്ചായിരുന്നു. ഞാനായിരുന്നു സപ്ലയർ. എന്നിട്ട് ഞങ്ങളിത് അയ്യോ ഇത് ഈ കല്ല് കണ്ട്, ഈ കല്ല് അടിയിട്ടായിരുന്നു പൊട്ടിച്ചോണ്ടിരുന്നത്. റംബുട്ടാൻ തലക്ക് കയറി പിടിച്ചേക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്ന എല്ലാം റംബുട്ടാനാണ് പറയുന്നത്. കൊക്കോക്ക ഞങ്ങൾ ഇവിടെ ഇട്ടായിരുന്നു പൊട്ടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ പ്ലാവേന്ന് ചക്കയൊക്കെ പറിച്ച് തിന്നുമായിരുന്നു പണ്ടായിരുന്നൊക്കെ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ ആൾക്കാരില്ല. പിന്നെ ഇത് ഇവിടെ തന്നെ പറമ്പിനകത്തൊരു ബാത്റൂം ഉണ്ടായിരുന്നു. ഇതുണ്ടോ, അതൊരു ബാത്റൂമാണ്. ഞങ്ങൾ പണ്ട് ഈ ബാത്റൂമിലായിരുന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. വീട് അങ്ങേയറ്റത്താണ്, അവിടെയാണ് വീട് വരുന്നത്. പക്ഷെ ഇത് പറമ്പിനകത്തുള്ളൊരു ബാത്റൂമാണ്. ഞങ്ങൾ ഇവിടെ കളിക്കും. ഇതാണ് ഞങ്ങളുടെ സാറ്റൂറ്റി. ഇവിടെ ഞങ്ങൾ സാറ്റിന് എണ്ണി കഴിഞ്ഞിട്ട് എല്ലാവരും പോയി ഒളിക്കും. ഒളിച്ച് കഴിയുമ്പോൾ ഈ ബാത്റൂമിനകത്തും ബാത്റൂമിന് വെളിയിലും ഒക്കെ പോയിരിക്കും. അപ്പം ആ സമയത്ത് ഞങ്ങളിവിടെ കളിക്കുമ്പോഴൊക്കെയാണ് ഞങ്ങൾ ഈ ബാത്റൂം യൂസ് ചെയ്യുന്നത്. അല്ലാതെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങനെ വന്ന് ഈ ബാത്റൂം യൂസ് ചെയ്തില്ല. കാരണം വീടിനകത്ത് വേറെ ബാത്റൂം ഉണ്ട്. പക്ഷെ ഞങ്ങൾ കൂടുതലും കളിക്കുമ്പോഴും വെളിയിലിരിക്കുമ്പോഴാണ് ഈ ബാത്റൂം കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഇപ്പം അത് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇപ്പുറത്തെ സൈഡിലാണ് ആ മീൻ പിടിക്കുന്നത്. പപ്പ മീൻ പിടിക്കാൻ വലിയ കാര്യത്തിൽ വന്ന മീനൊന്നും കിട്ടാതെ വന്നപ്പോഴത്തേ പപ്പ കയറിപ്പോയി. അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. വലിയ ഒഴുക്കല്ല എങ്കിലും അത്യാവശ്യം നല്ല ഒഴുക്കുണ്ട്. എൻ്റെ മുട്ട് വരെ വെള്ളമുണ്ട്. ഇവിടെ ഞങ്ങൾ നേരത്തെ ഈ വെള്ളം കലങ്ങിയ സമയത്ത്, ഇപ്പല്ല മഴ പെയ്ത് വെള്ളം കലങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങനെ തോട്ടിലിറങ്ങും. അപ്പോൾ ഭയങ്കര രസം. നമ്മുടെ കാലടിയോടെ പറിച്ചുകൊണ്ട് പോകും. നമ്മൾ മറിഞ്ഞ് വീഴും. എന്നിട്ട് കാലൊക്കെ മുറിയും. അടിയിൽ കൂടെ കുപ്പിച്ചില്ല്, പാത്രം, ഗ്ലാസ്, അങ്ങനെ കണ്ടമാന സാധനങ്ങളെല്ലാം പോവും. തേങ്ങ ഒഴുകിപ്പോവും. അങ്ങനെ ഒക്കെ പണ്ടല്ല, ഇപ്പോഴും തേങ്ങ ഒഴുകിപ്പോവും. ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. പക്ഷെ എൻ്റെ മുട്ട് വരെ ഉണ്ട്. എനിക്ക് തന്നെ നടക്കാൻ പറ്റില്ല. വെള്ളം പിന്നെ വലിയ കുഴപ്പമില്ല, നടക്കാൻ പറ്റുന്നത്. ഇവിടെ തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. പണ്ട് ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മീൻ പിടിക്കാനല്ല, പണ്ട് ഇവിടെ ഓലി കുത്തും. നമ്മൾ ഈ മഴയില്ലാത്ത സമയത്ത് വെള്ളത്തിൽ ഓലി കുത്തും. ഓലി കുത്തുമ്പോഴത്തേക്കിന് അതിലാണ് വെള്ളത്തിൽ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. അന്ന് ഞാൻ ഞാനൊരു 6ൽ 7ൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കസിനും ഉണ്ട്. അവനും ഞാനും കൂടെ വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് തോർത്തൊക്കെ ഉടുത്തിങ്ങനെ പോരും. അപ്പോൾ ഞങ്ങൾ തോട്ടിൽ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരം തീരെ ചെറുതാണ്. ഇവന് എനിക്ക് 2 or 3 വയസ്സേ ഉള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ കൂടെ വെച്ച് ഞാൻ കണ്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഇവൻ ഞങ്ങളുടെ പുറകെ വന്നു. ഇവൻ നടന്നു പോകുന്നു. ഞങ്ങൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ നടന്നു പോകുന്നു. വെള്ളത്തിൽ കൂടെ തന്നെ മീനും പിടിച്ചിങ്ങനെ കയറിപ്പോകുന്നു. ഇവൻ ഞങ്ങളുടെ പുറകെ വന്നത് കണ്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഇവനെ കാണുന്നില്ല. ഇവനെ ആൻറ്റി തപ്പി നോക്കി. ഇവൻ എവിടെ പോയെന്ന് അറിയാൻ വേണ്ടി തപ്പി ചെന്നപ്പോഴത്തേക്കിന് ഇവൻ ആ ഓലിക്കകത്ത് വീണിട്ട് മുങ്ങിപ്പോയിട്ട് പെട്ടെന്ന് പൊങ്ങി ഏതോ ഒരു കല്ലെ കയറി പിടിച്ചെന്നുകൊണ്ട് ഇവനെ കിട്ടി. അന്ന് ഇവൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി പോകുന്ന കണ്ടിട്ട് പുറകെ വന്നാന്ന് പറഞ്ഞിട്ട്. എൻ്റെ പൊന്നോ, എനിക്ക് അവനും കിട്ടി അടിക്ക് കയ്യും കണക്കൊന്നുമില്ല. അവന് 2 അടി കിട്ടി കഴിഞ്ഞപ്പോൾ അവൻ ഓടി. പക്ഷെ എന്നെ അവർ എല്ലാവരും കൂടെ ട്രാപ്പ് ചെയ്ത് പിടിച്ചിട്ട് ഭയങ്കര അടിയായിരുന്നു. എനിക്ക് നല്ല അടി കിട്ടി. ഇതൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ. അതിൽ പിന്നെ ഞാൻ അങ്ങനെ തോട്ടിൽ കുളിക്കാനൊന്നും ഇറങ്ങിയിട്ടില്ല. പിന്നെ എല്ലാവരും ഉള്ളപ്പോൾ മാത്രമേ ഇറങ്ങാത്തുള്ളായിരുന്നു. ഇപ്പം പിന്നെ കുറേ പേര് കല്യാണം കഴിച്ചു പോയി. അങ്ങനെ കുറേ പേരൊക്കെ പഠിക്കാനൊക്കെ പോയതുകൊണ്ട് ഇപ്പം അങ്ങനെ പണ്ടത്തെ പോലത്തെ ഇത്രയും വൈബൊന്നുമില്ല. ഞാൻ പറഞ്ഞ ആനയെ കുളിപ്പിക്കുന്നത് ഇവിടെയാണ് ഏറ്റവും ആഴമുള്ള സ്ഥലത്ത്. അവിടുന്ന് വെള്ളം വന്ന് ചാടും, ഇവിടുന്ന് വന്ന് ചാടും. ഇതുണ്ട് ചുമ്മാ കൈയിട്ട് ഇപ്പൊ കിട്ടിയ മീന്. ഈ സൈഡിൽ തോണ്ട സൈഡിലൊക്കെ ആണ്ട പോയി. എന്തിനാ ചാടുന്നു? കൊല്ലട്ടെ, കൊല്ലുന്നതിന് അതവിടെ ഒന്ന് പോട്ടത്. പിന്നെ ഞങ്ങൾ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കുഴിയൊക്കെ കുഴിച്ചിടുമായിരുന്നു, കുളമായിട്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ കുളമായിരുന്നു. ഞാനിവിടെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അവിടെ, അങ്ങനെ ഓരോ കുളം. ഏറ്റവും കൂടുതൽ കുളം കുത്തുന്നവരാണ് വിന്നർ. മീനൊന്നും കിട്ടിയില്ല. മാക്സിമം നോക്കിയിട്ട് മീനൊന്നും കിട്ടിയില്ല. മഴ പെയ്ത് വെള്ളം കലങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ മീനെ കിട്ടുമായിരിക്കും. ഇപ്പം കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കുറച്ചും കൂടി ട്രൈ ചെയ്ത് നോക്കാം. നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അമ്മ വീട്ടിലൊരു വാഴയുണ്ട്. ആ വാഴയുടെ വീടിൻ്റെ മണ്ടയ്ക്ക് ഞങ്ങൾ കസിൻസ് എല്ലാം കയറിയിട്ട് മറ്റേ വാഴയുടെ ചുണ്ടിൻ്റെ അറ്റത്തുള്ള മറ്റേ തേൻ കുടിക്കുന്ന സാധനം പറിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ട് വാഴ ഒടിഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. അത് ഞാൻ കാണിച്ചു. ഞാൻ അന്ന് പറഞ്ഞ സംഭവം. ഇതാണ് നമ്മുടെ ഈ വീടിൻ്റെ പുറത്ത് കയറിയിട്ട് ഇതുണ്ട്. ഈ വാഴയുടെ കൂമ്പല്ലല്ലോ, വാഴയുടെ ചുണ്ട് ഇവിടുന്ന് തോട്ടിയിട്ട് വളച്ചാണ് ഞങ്ങൾ പിടിച്ചത്. അപ്പം ഞാനും വേറൊരു കസിനും കൂടെ താഴെ ഇങ്ങനെ തോർത്ത് പിടിച്ചിരുന്നു സാധനം പറിക്കുന്നത് വീഴാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ഞങ്ങൾ കിട്ടാതിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ എന്തോ കയറ് കെട്ടി വലിക്കും അങ്ങനെ ചെയ്തു. ഈ വാഴ വേറൊരു വാഴ ഒടിഞ്ഞ് താഴെപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിരുന്നു. അത് ഇതിൻ്റെ കാര്യമായിരുന്നു കേട്ടോ. ദിവസത്തെ വെള്ളം കൊണ്ട് താണ്ട് ഒരു സ്റ്റെപ്പ് വെള്ളം കയറി. ഇവിടം വരെയൊക്കെ വെള്ളം കയറും. ഒത്തിരി വെള്ളം ആയിക്കഴിഞ്ഞാൽ താണ്ട് ഒരു സ്റ്റെപ്പ് വെള്ളം കയറി.
ഞാൻ കൂടുതലും ഇവിടെയാണ് നേരത്തെ കുളിക്കാൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങോട്ട് പോകത്തില്ല, അവിടെ നല്ല ആഴം. ഇവിടെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. ഇവിടെയാണ് എല്ലാവരും കുളിക്കാറുള്ളത്. ഒരു കാര്യം പറഞ്ഞു, ഈ ഓലിലാണ് അവൻ മുങ്ങിയത്. ഇവിടെയാണ് എല്ലാ വർഷവും കൊത്തുന്നത്. പണ്ട് ഇതിനകത്ത് അവൻ മുങ്ങി താന്നു പോയിട്ട് പെട്ടെന്ന് എങ്ങനെയോ കയറി വന്നിട്ട് ആ കല്ലിലെങ്ങാണ്ട് പിടിച്ചത്. അതുകൊണ്ട് കണ്ടു, മേളിൽ നിന്ന് കണ്ടത് കൊണ്ട് അവനെ രക്ഷിച്ചു. അതിൻ്റെ സൈഡിൽ ചെറിയ മീനുണ്ട്. ഈ ഒഴുക്കില്ലാത്ത ഭാഗത്ത് തന്നെ കാണാമോ, വാഴയ്ക്കാവരൻ. ഈ വരയുള്ള അതിനകത്തോട്ട് പോയി വടയുള്ള സാധനത്തിന് വാഴയ്ക്കാവരൻ എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊണ്ടിട്ടപ്പോൾ മീനെ കിട്ടില്ല. ഇനിയിപ്പോൾ തോർത്ത് വെച്ച് കുറച്ച് മീനെ പിടിക്കാം. അത് കുഞ്ഞു മീനാട്ടോ, വലിയ മീനല്ല, കുഞ്ഞു മീനാ. നമുക്ക് പിടിക്കാം. കണ്ടോ കണ്ടോ കണ്ടോ, ഇതെല്ലാം കുഞ്ഞുമീനല്ലേ. ഇതാണ് കുഞ്ഞുമീൻ. ആ ഇതുപോലത്തെ ചെറുതിനല്ലേ നമ്മള് വിട്ടേക്കോ. നല്ല കാറ്റും മഴയും വരുന്നുണ്ട്. ഇതൊരു ക്യൂട്ടായിട്ടുള്ള ക്യാമറ കിട്ടും, കാണാവുന്ന ഞാൻ കാണിച്ചത്. എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാം. മാമനാണ്, ഇങ്ങോട്ട് നോക്കണം. ഇതെന്റെ മാമനാണ്. അപ്പം ഇവന്റെ റൂമാണ് ഇത്. കുറേ ഹോട്ട് വീൽസിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അതിൻ്റെ 2 വണ്ടിയൊക്കെ ഇരിപ്പുണ്ട്. 2 വണ്ടി ഇരിപ്പുണ്ട്. വണ്ടി കളക്ഷൻസ് ആണ്. ഇത് വരച്ച പടം കേട്ടോ. ഇത് വരച്ച കുറേ വേറെ പടമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ അത്യാവശ്യം നല്ല കഴിവുള്ള ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് പടമൊക്കെ വരച്ചിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം അവൻ വരച്ചതുകൊണ്ട്. ഇതാരാടാ? കിറ്റാച്ചിയോ? ഇറ്റാച്ചി. എനിക്ക് ഇതിന്റെ പേര് ഇത് അറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇതാണ്ടേ, ഇതെല്ലാം വരച്ചതാണ്. ഇതാണ് അവന്റെ ഹോട്ട് വീൽസ് കളക്ഷൻസ്. കുറെ വണ്ടി ഇരിപ്പുണ്ട്. ഈ വണ്ടിയുടെ പേരും അതുപോലെ തന്നെ ഈ കാർട്ടൂൺ ക്യാരക്ടറിന്റെ പേരൊന്നും അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. അറിയാവുന്നവരൊന്നും എന്നെ ഒന്നും പറയരുത്, എനിക്കിന്റെ പേര് അറിയത്തില്ല. വരച്ച കുറച്ച് പടങ്ങളെ ഞാൻ കാണിച്ചു തരാം. സൂപ്പറായിട്ട് വരയ്ക്കും കേട്ടോ ചെറുക്കൻ, ഞാൻ കാണിച്ചു തരാം. അപ്പം ആ വരച്ച ബുക്കെല്ലാം എടുത്ത് കാണിക്കുക. അതാണ്ടേ 2 ഡ്രോയിങ് ബുക്കുണ്ട്. 2 ഡ്രോയിങ് ബുക്കും അവൻ ഫുള്ള് വരച്ച പടങ്ങളാണ്. സോ ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ബുക്ക് ഞാൻ നോക്കട്ടെ. എൻ്റെ പേരാണ് ആരാ സുരേഷ്. സ്റ്റാൻഡേർഡ് കഴിഞ്ഞ കൊല്ലത്തെ കേട്ടോ. ഇപ്രാവശ്യം 7ാം ക്ലാസ്സിലാണ്, സോറി 8ാം ക്ലാസ്സിലാണ്. ഡ്രോയിങ് ബുക്ക്. ആ ദേ കിടില സാധനം കണ്ടോ. ഇതാണ് ആർട്ടിസ്റ്റ്, ദി ആർട്ടിസ്റ്റ്. ബുക്ക് ഫുള്ളുണ്ടെന്ന് ചോദിച്ചു, പക്ഷെ വരച്ചത്ര ഫോട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ നെക്സ്റ്റ് ബുക്ക് നോക്കാം. ഇതിനകത്ത് ഫുള്ളുണ്ടോ? ഈ ബുക്ക് നോക്കി, ഇതിനകത്ത് ഫുള്ളുണ്ടോ? പക്ഷെ ഇവന് വേറെ കുറെ ഫയലിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ ഇതിന്റെ കുറെ ഫോട്ടോസ്. അതാണ്ട് ആ ഫയലിനകത്ത് മൊത്തം പടം കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് തീർക്കട്ടെ. എടാ ഇത് സൂപ്പർ സാധനം. ഇത് യേശു ക്രിസ്തു കേട്ടോ. ക്രിസ്ത്യാനോ റൊണാൾഡോ മണ്ടയ്ക്ക് തട്ടുംപുറത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷെ സാധനം കൊള്ളാം. സീനാ കേട്ടോ. ആ വരച്ച പടം മൊത്തം സൂപ്പറായിരുന്നു. വേറെ 4ലൊക്കെ വെച്ച 4ാം ക്ലാസ് വെച്ച് വരച്ച ഫോട്ടോ ഒക്കെ ഞാൻ തിരിപ്പുണ്ട്, അതൊക്കെ ഞാനായിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ 4ാം ക്ലാസ് വെച്ച് വരച്ച ഫോട്ടോ കണ്ടു അടിപൊളിയാണ്. പിന്നെ ഒരു ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഇപ്പം മണ്ടയ്ക്ക് കാണിച്ചു വെച്ചത്. അത് അവനെ തട്ടുംപുറത്ത് കയറ്റി വെച്ചു ഇതിന്റെ മണ്ടയ്ക്ക്. പക്ഷെ കൊള്ളാം, സൂപ്പർ സാധനം. അപ്പൊ നമുക്ക് ബാക്കി മൊത്തം റംബൂട്ടാനും പറിച്ചെടുക്കാൻ. ഇതുണ്ടോ ഒരു കഴുതച്ചൊക്കെ ചീഞ്ഞിരിക്കുന്നത് ഉണ്ടോ? കഴുതച്ചൊക്കെ ചീഞ്ഞ് അതിനകത്ത് വിട്ടുപോയതാന്ന് തോന്നുന്നു. നമുക്ക് ബാക്കി പറിക്കാം. കുറേ റംബൂട്ടാൻ നമുക്ക് ഉപ്പുണ്ട്. അത് ഈ കുഞ്ഞു തോട്ടി കേട്ടോ ഇത് വെച്ച് കുറച്ച് കഥ. പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ
കൈതച്ചക്കയുടെ കഴക്കൂടെ നടന്നു വന്നിട്ട് നേരത്തെ മുള്ളു കൊണ്ടുവരും. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. മൊത്തം വറുത്തില്ല ഇത് കൈതച്ചക്ക ഇടക്കോട്ട് വീഴുന്ന എനിക്ക് തോന്നുന്നു കേട്ടോ. വീണ് കഴിഞ്ഞാൽ എടുക്കാൻ നല്ല പാടാണ്. കൈതച്ചക്ക ഇടയ്ക്ക് മൊത്തം വീണിട്ടുണ്ട്. കൈതച്ചക്ക ഇടയ്ക്ക് അതിൻ്റെ നല്ല പഴുത്തര ഇങ്ങോട്ടോ. ഇത് മഞ്ഞ കളറേ ആകത്തുള്ളൂ, ചുമല കളറൊന്നും കിട്ടത്തില്ല കേട്ടോ. ഇതിന് മധുരമുണ്ട്, ചിലതിന് മധുരമുണ്ട്, ചിലതിന് മധുരമില്ല. ചിലത് നല്ല പൊടി, പക്ഷെ ഇതിന് നല്ല മധുരമുണ്ട്. സൂപ്പർ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല കൊതുകുണ്ട് കേട്ടോ, നല്ല കൊതുകുണ്ട് ഇവിടെ. നമുക്ക് പെറുക്കിയെടുക്കാം, ഇതെല്ലാം പെറുക്കിയെടുക്കാം. പറിച്ചിട്ടത്, പക്ഷെ പറിച്ചിട്ടത് മൊത്തം ഇതിന്റെ ഇടയിലോട്ടാണ്. അതുകൊണ്ട് എടുക്കാനാണ് പാട്. ഒന്നാമത്തെ കാര്യം ഇതിന്റെ മുള്ളും, രണ്ടാമത്തെ കാര്യം കൊതുക് കാരണം രക്ഷയും. അങ്ങോട്ടറിയാതെ ഇപ്പൊ ഇനി വേറൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ മുള്ളിങ്ങനെ മാറ്റി കൊടുക്കുമ്പോ ഇവനെ എടുക്കാൻ, ഇവനെ കൊണ്ട് എടുപ്പിക്കാൻ നിർത്താൻ. എടുത്താ ആടെ സൈഡിൽ കിടക്കും താഴെ കിടക്കും. പിന്നെ വേണ്ട ഒന്ന് ആടെ അതിന്റെ ഇടയിൽ കിടക്കുന്നു ഉണ്ടോ? നല്ല അസ്ഥലത്തെടുത്തോ എന്റെ കണ്ണ്. നല്ല പാടാട്ടോ ഇതിനകത്തുനിന്ന് എടുക്കാൻ. എന്തായാലും ആദ്യം മൊത്തം പറിച്ചെടുക്കാം, എന്നിട്ട് പറ്റുന്നാലും മൊത്തം പറിച്ചെടുത്തിട്ട് അത് എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനിത് പറിച്ചിടാം, എല്ലാവരും എടുക്കും. ഞാനിത് പറിച്ചിടുമ്പോ നീ ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് വെക്കണം. അപ്പൊ അതുകൊണ്ട് കുറച്ച് ബെറ്റർ ആയി. അപ്പൊ അടുത്ത ന്യൂ ഐഡിയ അൺലോക്ക്ഡ് എത്രത്തോളം സക്സസ്ഫുൾ ആവും നമുക്ക് തമ്പുരാൻ അറിയാം. ഞാനിത് വെച്ച് പറിക്കുമ്പോഴത്തേക്കും അവനെന്റെ കീഴെ വന്നിട്ട് എടുക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് ഇപ്പൊ പ്ലാന്. നോക്കട്ടെ. ഞാൻ മാക്സിമം സെറ്റ് ചെയ്തു. അത് നല്ലൊരു ബുദ്ധിയായിരുന്നു കേട്ടോ. നമ്മൾക്ക് ആ ബുദ്ധി വൈകിയാണ് വന്നത്. അയ്യോ മുട്ടത്തില്ല കൊണ്ടൊക്കെ. നമുക്ക് അടുത്തുള്ള ആദ്യം പറിച്ചെടുത്തിട്ട് മണ്ടയ്ക്കുള്ളത് വേറെ പറിച്ചെടുക്കാം. ഇപ്പൊ എന്റെ ബുദ്ധി ഇത് പെറുക്കിയെടുക്കണം. പെറുക്കിയ കവറിനകത്തിലിടണം. അപ്പൊ ഞാൻ ബാക്കി മാറ്റി 6 ഇത് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. എനിക്കിത് മണ്ടയിലോട്ട് കയറുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള വലുപ്പത്തിലുള്ള കിട്ടും, നല്ല മധുരം ഉള്ളത് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ഞാൻ കഴിച്ച നല്ല ടേസ്റ്റ്. എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇതിനകത്തോട്ട് ആ മീനെല്ലാം എടുക്കാം. കുഞ്ഞു മീനെല്ലാം വെറുതെ കളഞ്ഞിട്ട് വലിയ മീൻ മാത്രമേ ഉള്ളൂ. കുറച്ച് വെള്ളം കളയാം. അയ്യോ 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 ചത്തുപോവും. ഇതിലും തീരെ പൊടിയായിരുന്നു വേറെ കുറെ എണ്ണം. അതിനെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട്. കളഞ്ഞ മീൻസ് തോട്ടിലോട്ട് തന്നെ തിരിച്ചിട്ടു. പാവങ്ങൾ പോയി ജീവിക്കട്ടെ. ഇതാണ്ട് ഫുള്ള് മീനെയും നമ്മൾ കുപ്പിയിലാക്കി എടുത്തു. ഇതിൻ്റെ അടിഭാഗത്ത് കാണിച്ചു ഫുള്ളും കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട്.
ഇവിടെ തന്നെ പിടിച്ചോണ്ട് പോയിട്ടുള്ള രണ്ട് മറ്റേ മുഷിയുടെ തീരെ കുഞ്ഞായത്. അതിപ്പോൾ ചെറുതായിട്ട് വലുതായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിനെയും കൊണ്ട് ഇടാൻ ഓർത്ത്. നല്ല രസമുണ്ട് ഈ സൈഡിൽ കൂടെ കാണാൻ വേണ്ടിയിട്ട്. അത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇന്നത്തെ നമ്മുടെ ട്രിപ്പെല്ലാം കഴിഞ്ഞു. വെറുതെ പോയി, മീനൊന്നും കിട്ടിയില്ല. പക്ഷെ നമുക്ക് ഇഷ്ടംപോലെ റംബുട്ടാൻ കിട്ടി കേട്ടോ. പിന്നെ കുറേ മീനേയും കിട്ടി. പിന്നെ വരുന്ന വഴിക്ക് മാർക്കറ്റിൽ കയറിയപ്പോൾ ഒരു ബിരിയാണിയുടെ കിറ്റും വെച്ചു. പക്ഷെ ഇത് പാക്കറ്റ് എടുത്തു അതിനകത്ത് നിന്ന്. അപ്പം ഇനിയിപ്പോൾ ബിരിയാണി വെക്കാൻ പോകും. സോ അത് ഉണ്ടാക്കിയിട്ട് വാഴയില വെട്ടിയിട്ടുണ്ട്. വാഴയിലക്കകത്താണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. ഇങ്ങനെ ബിരിയാണി വന്നു.